എൻ്റെ പേര് രാകേഷ്. വീട്ടിൽ അമ്മ, അച്ഛൻ, ചേച്ചി ഇവരൊക്കെയാണുള്ളത്. ചേച്ചിയുടെ പേര് രമ്യ, അമ്മ ജ്യോതിക, അച്ഛൻ്റെ പേര് പുരുഷോത്തമൻ. അച്ഛന് ജോലി തിരുവനന്തപുരത്താണ്. എല്ലാ മാസാവസാനവും നാട്ടിലോട്ട് വരും. 4 ദിവസമാണ് ലീവ്. അത് കഴിഞ്ഞാൽ വീണ്ടും പോകും. അങ്ങനെ ഇരിക്കെ ഡിഗ്രി ആദ്യ വർഷം എത്തിയപ്പോൾ എന്നിൽ പല മാറ്റങ്ങളും സംഭവിച്ചു. പണ്ടൊക്കെ നാണക്കേട് എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ കാലം. പിന്നെ കൊച്ചു പുസ്തകങ്ങളൊക്കെ വായിച്ച് ആനന്ദിച്ചിരുന്ന കാലമായിരുന്നു. എങ്കിലും എൻ്റെ മാറ്റങ്ങളൊന്നും പുറത്ത് കാണിച്ചില്ല. കാരണം നാട്ടിൽ ഞാൻ നല്ല കുട്ടിയായിരുന്നു. അടുത്തുള്ള വീട്ടുകാരൊക്കെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാനും മറ്റും എന്നെയായിരുന്നു വിളിക്കാറ്. ഒരു സത്യം പറഞ്ഞാൽ അതിന് പ്രത്യുപകാരമായി ഒരു ആൻറ്റി ഒരിക്കൽ എനിക്ക് സമ്മാനം തന്നിരുന്നു. ആദ്യമായി എനിക്ക് കിട്ടിയ ആ വലിയ സമ്മാനം. അപ്പോൾ ഞാൻ കുറേ സുഖവും സന്തോഷവും അനുഭവിച്ചെങ്കിലും ഇനിയും അത് വേണമെന്ന വല്ലാത്ത ആഗ്രഹമായിരുന്നു. പക്ഷെ പിന്നീട് ആ ആൻറ്റിയോട് ചോദിച്ചിട്ടും സമ്മാനം തന്നില്ല. ആരെങ്കിലും അറിയും എന്നുള്ള പേടിയായിരുന്നു അവർക്ക്. അങ്ങനെ ഇരിക്കെ ഇത് മനസ്സിലായപ്പോൾ എനിക്ക് ഇനിയും വേണമെന്ന അത്യാഗ്രഹം തോന്നിത്തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് ഒരു ഞായറാഴ്ച ദിവസം എൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു വലിയ വീടുണ്ട്. അവിടെ ഒരു കല്യാണം നടക്കുവാണ്. അങ്ങനെ ഞാൻ ഫാത്തിമ താത്തയുടെ പറമ്പിലൂടെ ഷോർട്ട് കട്ട് വഴിയിൽ ആ കല്യാണ വീട്ടിലേക്ക് ചെന്നു. പിന്നെ നല്ലോണം ബിരിയാണിയൊക്കെ കഴിച്ച് തിരികെ വന്നപ്പോൾ അമ്മ വേഷം മാറുകയായിരുന്നു. എടാ നീ വന്നു, ഞാനിപ്പോൾ വരാട്ടോ അമ്മ പറഞ്ഞു. ഞാൻ പുറത്ത് കാത്തു നിന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മ നല്ല സാരിയൊക്കെ ഉടുത്ത് ഭംഗിയായി വന്നു. കുറച്ച് വണ്ണമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് സാരി നല്ല ചേർച്ചയായിരുന്നു. എല്ലാം അടിപൊളിയായി കാണുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ടടാ, കൊള്ളാമോ? എൻ്റെ നോട്ടം കണ്ടപ്പോൾ അമ്മ ചോദിച്ചു. കൊള്ളാമോന്നോ? ഇതിനേക്കാൾ സുന്ദരി ഈ നാട്ടിൽ തന്നെ വേറെയില്ല എന്ന് പറയാം. ഞാൻ ഒരു കള്ളച്ചിരിയും പാസ്സാക്കിക്കൊണ്ട് പറഞ്ഞു. ഓ പിന്നെ ഒന്ന് പോടാ, ഇങ്ങനെ പുകഴ്ത്താതെ. എടാ രമ്യ എവിടെ? അവൾ അവിടെ തന്നെ നിൽപ്പാണോ? അതെ അമ്മേ. ചേച്ചി ബിരിയാണിയൊക്കെ കഴിച്ച് ചേച്ചിയുടെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ അവരുമായി അവിടെ സംസാരിച്ചുകൊണ്ടിരിപ്പ. ആണോ? അതേതായാലും നന്നായി. ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നിച്ച് വരാലോ. അങ്ങനെ അതും പറഞ്ഞ് അമ്മ കണ്ണാടിയിൽ നോക്കി മുടിയും സാരിയുമൊക്കെ ശരിയാക്കി. ഞാൻ അങ്ങനെ നോക്കി നിൽക്കെ പെട്ടെന്ന് അമ്മയുടെ ചോദ്യം. എടാ നിൻ്റെ കയ്യിൽ പേനയുണ്ടോ? ഒന്നിങ്ങെടുത്തേ. ഉണ്ട്, ഇപ്പോൾ കൊണ്ടുവരാം. അതും പറഞ്ഞ് ഞാൻ എൻ്റെ മുറിയിൽ ചെന്ന് ബാഗിൽ തിരഞ്ഞു നോക്കി. പക്ഷേ പേന ഉണ്ടായിരുന്നില്ല. ഇതെവിടെ പോയി ഞാൻ ചിന്തിച്ചു. പിന്നെ ഞാൻ ചേച്ചിയുടെ മുറിയിൽ ചെന്ന് ചേച്ചിയുടെ ബാഗിൽ തിരഞ്ഞു നോക്കി. അപ്പോഴാണ് എനിക്ക് ഒരു സാധനം കിട്ടിയത്. ഞാനത് ബാഗിൽ നിന്നും പുറത്തേക്കെടുത്തു. എന്താ ഇത്? പഴമോ? ഒരു പഴം പോലുള്ള കുറച്ച് വലിപ്പമുള്ള ഒരു സാധനം. ഇതെന്തുവാ എന്നും സ്വയം പറഞ്ഞ് ഞാനത് അമ്പരപ്പോടെ നോക്കവേ പെട്ടെന്നായിരുന്നു അപ്പുറത്ത് നിന്നും അമ്മയുടെ വിളി. ഡാ മോനെ, വേഗം കൊണ്ടുപാടാ. ഞാൻ ദേ വരുന്നു എന്നും പറഞ്ഞ് ഞാൻ ആ സാധനവും അവിടേക്കിട്ട് പേന തിരയാൻ തുടങ്ങി. അങ്ങനെ പേന കിട്ടി. പക്ഷേ ആ മറ്റേ സാധനം ഞാൻ ബാഗിലേക്ക് തിരികെ വെക്കാൻ വിട്ടുപോയിരുന്നു. അങ്ങനെ ഞാൻ പേനയും കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മ ഒരു കവറിൽ 1000 രൂപ വെച്ചു. പിന്നെ എൻ്റെ കയ്യിൽ നിന്നും പേന വാങ്ങി അതിൽ അമ്മയുടെ പേരെഴുതി. കല്യാണത്തിന് ഒന്നും വാങ്ങുന്നില്ല എന്ന് അവൾ പറഞ്ഞ്, എന്നാലും ഇത് കൊടുത്തു നോക്കാം, വാങ്ങിയാലോ അമ്മ സ്വയം പറഞ്ഞു. പിന്നെ അമ്മ പോകാനായി സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. അമ്മേ, ഞാൻ സ്കൂട്ടറിൽ കൊണ്ടുവിടണോ? ഓ വേണ്ട, അത് സ്റ്റാർട്ടാക്കാൻ തന്നെ മണിക്കൂർ എടുക്കും.
ഞാൻ ഈ പറമ്പിൽ കൂടി പോകുക. അതും പറഞ്ഞ് അമ്മ പടിയിറങ്ങവേ പെട്ടെന്ന് അവിടെ നിന്നും വഴുതി അവിടെ ഇരുന്നു പോയി. എൻ്റെ ദൈവമേ, എൻ്റെ നടുവുളുക്കിയ അമ്മ ഉറക്കെ പറഞ്ഞു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ അമ്പരപ്പോടെ അങ്ങനെ നോക്കി. എടാ, നോക്കി നിൽക്കാതെ വന്ന് പിടിക്കടാ, അമ്മ ഉറക്കെ പറഞ്ഞു. ഒരു ഞെട്ടലോടെ ഞാൻ വേഗം ചെന്ന് താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഡാ മോനെ, പതുക്കെ. വേദനയുണ്ടാ അമ്മേ? ആ ഉണ്ടടാ. ഇടത്തെ കാലിന് ഒരു വല്ലാത്ത തരിപ്പ് പോലെ, നടുവിനാണെങ്കിൽ കൊളുത്തി പിടിക്കുന്നത് പോലെ. സാരമില്ലമ്മേ, നമുക്ക് ഡോക്ടറെ വിളിക്കാം. അതും പറഞ്ഞ് ഞാൻ അമ്മയെ താങ്ങിപ്പിടിച്ച് വീടിനകത്തേക്ക് പതിയെ നടക്കവെയാണ് പെട്ടെന്ന് വലിയ ഒച്ചയും ബഹളവുമൊക്കെ കേട്ടത്. എന്താടാ ആ ശബ്ദം? അമ്മയുടെ ചോദ്യം. ഞാൻ പതിയെ അമ്മയും കൊണ്ട് തിരിഞ്ഞു നിന്നു. അപ്പോഴാണ് ആ വല്ലാത്ത കാഴ്ച കണ്ടത്. കുറച്ച് ദൂരെ നിന്നും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി ഓടുന്നു. ചിലരുടെ കയ്യിലാണെങ്കിൽ സഞ്ചിയും ചാക്കുമൊക്കെ ഉണ്ട്. ഇതെന്താണ് സംഭവം? അമ്മയുടെ ചോദ്യം. എനിക്കറിയില്ല അമ്മേ. എടാ, ഇത് ആ കല്യാണ വീട്ടിൽ നിന്നാണോ ആളുകളൊക്കെ ഇങ്ങനെ ഓടിപ്പോകുന്നത്? അതെ അമ്മേ, കല്യാണ വീട്ടിൽ നിന്നാണ് ഇറങ്ങി ഓടുന്നത്. ഞാൻ ചെന്ന് നോക്കിയിട്ട് വന്നാലോ അമ്മേ? ഞാൻ അതും പറഞ്ഞ് ഇറങ്ങാൻ ചെന്നതും പെട്ടെന്നാണ് അവിടെ ചിലർ അടിപിടി ഉണ്ടാക്കുന്നതും പിന്നാലെ ഓടുന്നതുമൊക്കെ കണ്ടത്. എടാ, നീ ഇപ്പോൾ പോകണ്ട, അവിടെ എന്തോ പ്രശ്നം നടക്കുകയാ, അമ്മ എൻ്റെ കൈ പിടിച്ച് തടഞ്ഞു. അതെ അമ്മേ, എനിക്കും തോന്നി. അങ്ങനെ ഞാൻ പോകാതെ ഞാനും അമ്മയും അതും നോക്കി അങ്ങനെ നിൽക്കവെയാണ് പെട്ടെന്ന് എൻ്റെ ചേച്ചി രമ്യയും ഓടി വരുന്നത് കണ്ടത്. രമ്യ ചേച്ചിയുടെ പിന്നാലെ വേറൊരു ആൻറ്റിയും വേറെ ദിശയിലേക്ക് ഓടിപ്പോകുന്നുണ്ടായിരുന്നു. ആ ആൻറ്റിയുടെ കയ്യിലാണെങ്കിൽ വലിയൊരു സഞ്ചിയുമുണ്ടായിരുന്നു. പെട്ടെന്ന് വേറൊരു ആൻറ്റി ആ ആൻറ്റിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ സഞ്ചി തട്ടിയെടുത്തിട്ട് ഉടനെ തന്നെ വേറൊരു ദിശയിലേക്ക് ഓടുന്നു. ഒരു നിമിഷം ഈ സീൻ രമ്യ ചേച്ചി തിരിഞ്ഞു നിന്ന് നോക്കിയ ശേഷം വെപ്രാളത്തോടെ ഞങ്ങളുടെ നേരെ ഓടി വരുന്നു. ഇതൊക്കെ അന്തം വിട്ട് ഞങ്ങൾ നോക്കി നിൽക്കുമായിരുന്നു. ചേച്ചി വേഗത കൂട്ടി ഓടുകയാണ്. വേഗം വാ ചേച്ചി, വേഗം വാ മോളെ എന്ന് ഞാനും അമ്മയും ചേച്ചിയെ കൈ കാണിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ രമ്യ ചേച്ചി ഓടി ഓടി ഞങ്ങളുടെ വീട്ടിലേക്കെത്തി. അമ്മ, മോളെ എന്തു പറ്റി? അപ്പോൾ ചേച്ചി ഇന്ന് കിതക്കുമായിരുന്നു. ഞാൻ ഒന്ന് പറ ചേച്ചി, അവിടെ എന്ത് പറ്റിയതാ? രമ്യ ചേച്ചി പറയാം, അത് അത്രയും പറഞ്ഞ് ചേച്ചി വീണ്ടും കിതച്ചുകൊണ്ട് നിന്നു. ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തു നിന്നു. അമ്മ, ഒന്ന് പറ മോളെ, എന്ത് പറ്റി? എന്താ എല്ലാവരും ഇങ്ങനെ ഓടുന്നേ? രമ്യ ചേച്ചി, അമ്മേ, അവിടെ കല്യാണ വീട്ടിൽ കല്യാണം മുടങ്ങി. അമ്മയ്ക്ക് കാലിന് എന്ത് പറ്റിയതാ? കിതച്ചുകൊണ്ട് രമ്യയുടെ ചോദ്യം. ഞാൻ അതൊക്കെ പറയാം ചേച്ചി. അല്ല, അവിടെ എങ്ങനെയാ കല്യാണം മുടങ്ങിയത്? എല്ലാവരും എന്തിനാ ഇങ്ങനെ ഓടുന്നേ? അടിപിടിയൊക്കെ ആണല്ലോ. രമ്യ, എടാ, അത് അവിടെ കല്യാണ ചെറുക്കനും കൂട്ടുകാരുമൊക്കെ നല്ലോണം കഴിച്ചിട്ടാ വന്നത്. പിന്നെ അവർ ഒരുമാതിരി തമാശയൊക്കെ കാണിച്ചു. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛനും ചേട്ടനും ഇതൊന്നും ഇഷ്ടമായില്ല. പിന്നെ ഓരോ സംസാരമായി, വഴക്കായി, അടിപിടിയായി. ചേച്ചി പറഞ്ഞതെല്ലാം ഞങ്ങൾ അമ്പരപ്പോടെ കേട്ടു നിന്നു. അമ്മ, വല്ലാത്ത കഷ്ടം തന്നെ. ഞാൻ അവരുടെയൊക്കെ കയ്യിലെന്താ ചേച്ചി? സഞ്ചിയും ചാക്കുമൊക്കെ. രമ്യ, അത് വേറൊന്നുമല്ല, അവിടെയുള്ള ബിരിയാണിയൊക്കെ സഞ്ചിയിലും ചാക്കിലുമാക്കി എല്ലാവരും കൊണ്ടുപോകുന്നതാ. അമ്മ, ആണോ മോളെ? വല്ലാത്ത മനുഷ്യന്മാർ തന്നെ. രമ്യ, അല്ല, അമ്മയ്ക്ക് കാലിന് എന്ത് പറ്റിയതാ?
കാലം പിടിച്ചു നിൽക്കുന്ന അമ്മയെയും എന്നെയും ചേച്ചി മാറി മാറി നോക്കി ചോദിച്ചു. ഞാൻ അത് അമ്മ ഇറങ്ങാൻ നേരം ഒന്ന് സ്ലിപ്പായി വീണതാ. രമ്യ, അയ്യോ ആണോ, വേദനയുണ്ടോ അമ്മേ, വാ അകത്ത് കയറിയിരിക്കാം. അതും പറഞ്ഞ് ഞാനും ചേച്ചിയും അമ്മയെ താങ്ങി പിടിച്ച് വീടിനകത്തേക്ക് കയറി. പിന്നെ അമ്മയെ മുറിയിലെ കട്ടിലിൽ കൊണ്ടിരുത്തി. രമ്യ, എടാ നമുക്ക് ഉടനെ തന്നെ പോകണം. ഞാൻ, എങ്ങോട്ട് പോകാൻ? രമ്യ, എടാ ആ കല്യാണ വീട്ടിലോട്ട്. അത് കേട്ട് ഞാൻ ഞെട്ടി. എന്തോന്നിനാ ചേച്ചി? ചേച്ചി, എടാ എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഒരു മുറിയിൽ കുടുങ്ങി നിൽപ്പാൻ, അവരെ പുറത്തിറക്കണം. ഞാൻ, ചേച്ചി ഇതെന്തുവായി പറയുന്നേ? അവരെന്തിനാ അവിടെ മുറിയിൽ നിൽക്കുന്നേ? അവർക്കും ഇറങ്ങി ഓടിക്കൂടെ? രമ്യ, എടാ ഞങ്ങൾ അതിനൊക്കെ ട്രൈ ചെയ്തതായിരുന്നു. ഞങ്ങൾ മുകളിലത്തെ നിലയിലായിരുന്നു. അവിടുന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് കുറേ പേര് ചാടി വീണു. അപ്പോൾ അത് കണ്ട് പേടിച്ച് എൻ്റെ 3 ഫ്രണ്ട്സ് തിരിഞ്ഞോടി അടുത്തുള്ള ഒരു മുറിയിൽ കയറി കതകടച്ചു. ഞാനും വേറൊരാളും വേഗമോടി എങ്ങനെയോ രക്ഷപ്പെട്ട് ഇങ്ങോട്ടെത്തി. അമ്മ, ആണോ മോളെ? ഷോ, ദൈവാധീനം. എടാ നീ പോയി അവരെ രക്ഷിച്ചോണ്ട് വാടാ. അത് കേട്ട് ഞാൻ ഞെട്ടി അമ്മയെയും ചേച്ചിയെയും മാറി മാറി നോക്കി. ഞാൻ, അല്ല അത് പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് എന്തോന്ന് കാണിക്കാനാ? അവിടെയുള്ളവർ എന്നോടും വഴക്കുണ്ടാക്കാൻ വരില്ലേ? രമ്യ, ഷോ, നീ ഇത്രയ്ക്കും പേടിത്തൊണ്ടനാണോ? അമ്മ, മോനെ നീ ആ കരാട്ടയും ഗുസ്തിയും ഒക്കെ പഠിച്ചതല്ലേ? അതൊക്കെ എടുത്ത് അങ്ങ് പയറ്റ്, എന്നിട്ട് അവരെയും രക്ഷിച്ചോണ്ട് വാടാ. ഇങ്ങനെയെങ്കിലും അതുകൊണ്ട് ഒരു ഉപകാരമുണ്ടാവട്ടെ. ഒന്നുമില്ലെങ്കിലും കുറേ ഫീസൊക്കെ കൊടുത്ത് പഠിച്ചതല്ലേ? ഞാൻ, അത് തന്നെ അമ്മേ, ഈ കരാട്ടയൊക്കെ. ഞാൻ അത്രയും പറഞ്ഞതും എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടിയില്ല. പിന്നെ ചേച്ചി ഇടയിൽ കയറി പറഞ്ഞു, എടാ അമ്മ പറഞ്ഞതാ അതിൻ്റെ ഒരു ശരി. നിനക്ക് ഇതിന് കഴിയും. പെട്ടെന്ന് വാടാ. അവർ അവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ച് നിൽപ്പായിരിക്കും. വാടാ, നമുക്ക് രക്ഷിച്ചോണ്ട് വരാം. അമ്മയും ചേച്ചിയും മാറി മാറി എന്നെ നിർബന്ധിച്ചപ്പോൾ പിന്നെ എനിക്ക് പോയേ പറ്റൂ എന്ന അവസ്ഥയായി. ശരി, ഞാൻ വരാം, ഒരു വിക്കലോടെ ഞാൻ പറഞ്ഞൊപ്പിച്ചു. അമ്മ, മിടുക്കൻ, ധൈര്യമായി പോയിട്ട് വാടാ കുട്ട. പോയി അവരെ രക്ഷിച്ചോണ്ട് വാ, എൻ്റെ അനുഗ്രഹമുണ്ടാവും. അതും പറഞ്ഞ് അമ്മ എന്നെ അനുഗ്രഹിച്ചു. രമ്യ, അതേടാ, വേഗം വാ. ഇതിന് ശേഷം നീ ആയിരിക്കും ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഹീറോ. പിന്നെ നിനക്കൊരു കാര്യം അറിയാമോ? എൻ്റെ കൂട്ടുകാരിയുടെ അനിയത്തിയിലെ അഞ്ജലി, അവൾക്ക് നിന്നോടൊരു നോട്ടമുണ്ട്. അതും കൂടി കേട്ടപ്പോൾ ഞാനൊന്ന് ഉണർന്നു. ഞാൻ, ആണോ ചേച്ചി? സത്യമാണോ? രമ്യ, പിന്നല്ലാതെ. നീ വാടാ കുട്ട. ഞാൻ, ഹാ എന്നാ വാ പോയേക്കാം. പിന്നെ എന്തെങ്കിലും സാധനം വേണ്ടേ ചേച്ചി എന്നും പറഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് ചെന്നു. അപ്പോൾ ഒരു സംശയത്തോടെ ചേച്ചിയും പിന്നാലെ വന്നു. രമ്യ, എന്ത് സാധനമാടാ? നീ എന്താ ഈ തിരയൊന്നേ? ഞാൻ, അത് പിന്നെ ചേച്ചി, ഒരു വടിയോ മറ്റോ എടുക്കുന്നത് നല്ലതല്ലേ? ആരെങ്കിലും നമ്മുടെ നേരെ വരികയാണെങ്കിൽ അത് കാണിച്ച് അവരെ പേടിപ്പിക്കാമല്ലോ. രമ്യ, എടാ പൊട്ട, വടി കാണിച്ച് പേടിപ്പിക്കാൻ നീ ആരാ? സ്കൂളിലെ മാഷോ? അവിടെ എല്ലാം കിളിപ്പോയി നിൽക്കുന്നവന്മാരാ. നീ ഒന്ന് വന്നേ എന്നും പറഞ്ഞ് ചേച്ചി എൻ്റെ കൈയും പിടിച്ച് നടക്കവേ ആളിലെത്തിയതും പെട്ടെന്ന് ചേച്ചിയുടെ ശ്രദ്ധ ചേച്ചിയുടെ മുറിയിലേക്ക് പോയി. എന്തോ കണ്ടു എന്നോണം ചേച്ചി വീണ്ടും പിന്നോട്ടേക്ക് വന്ന് മുറിയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഞാൻ, എന്താ ചേച്ചി, എന്താ നോക്കുന്നേ? രമ്യ, എടാ ആരാ എൻ്റെ മുറിയിൽ കയറിയേ? അതും പറഞ്ഞ് ചേച്ചി അകത്തേക്ക് കയറി. ഞാനും പിന്നാലെ ചെന്നു. ഞാൻ, ഓ ചേച്ചി, അത് ഞാനാ നേരത്തെ മുറിയിൽ കയറിയത്. അമ്മ നേരത്തെ പേന ചോദിച്ചായിരുന്നു, അത് തിരഞ്ഞെടുത്ത് കൊടുത്തതാ. ഞാനത് പറയുമ്പോൾ ചേച്ചി കലിപ്പോടെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ കട്ടിലേക്കിട്ട
ആ പഴം പോലുള്ള സാധനം കയ്യിലെടുത്തു. വീണ്ടും എന്നെ ദേഷ്യത്തോടെ നോക്കി. ഞാൻ എന്താ ചേച്ചി ഈ സാധനം? ഞാൻ സംശയത്തോടെ അതിലേക്കും ചേച്ചിയെയും മാറി മാറി നോക്കി ചോദിച്ചു. രമ്യ, തേങ്ങ, എന്നെ കൊണ്ടൊന്നും പറയിക്കേണ്ട. ദൈവമേ, ഏത് നേരത്താണാവോ എനിക്ക് മുറി ലോക്ക് ചെയ്യാതെ പോകാൻ തോന്നിയത്. അതും പറഞ്ഞ് ചേച്ചി എന്തൊക്കെയോ പിറുപിറുത്തു. ഞാൻ അതിനെന്താ ചേച്ചി, ഞാൻ ഒരു പേനയല്ലേ എടുത്തുള്ളൂ, അതിനാണോ ഇങ്ങനെയൊക്കെ? സങ്കടമുണ്ട് കേട്ടോ. ഞാൻ ചിണുങ്ങിക്കൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ചേച്ചി ദേഷ്യത്തോടെ എന്നെ നോക്കി കണ്ണുരുട്ടി. രമ്യ, നിന്നെ ഉണ്ടല്ലോ ഞാൻ എന്നും പറഞ്ഞ് ചേച്ചി തല്ലാനെന്ന വണ്ണം കൈ ഉയർത്തി. അയ്യോ, എന്നെ തല്ലല്ലേ എന്നും ഉറക്കെ പറഞ്ഞ് ഞാൻ 2 കൈയും ഉയർത്തി മുഖം മറച്ചു. അപ്പോൾ ചേച്ചി ദേഷ്യത്തോടെ പിറുപിറുത്ത് ആ സാധനമെടുത്ത് ബാഗിൽ തന്നെ തിരികെ വെച്ചു. രമ്യ, അതൊക്കെ വിട്, നീ വേഗം വാ, അവരെ എങ്ങനെയെങ്കിലും രക്ഷിച്ചുകൊണ്ട് വരണം. അതും പറഞ്ഞ് ചേച്ചി മുൻപിൽ നടന്നു. ഞാൻ ഇല്ലാത്ത ധൈര്യം ഉണ്ടാക്കിയെടുത്ത് ചേച്ചിയുടെ പിന്നാലെ നടന്നു. വിജയിച്ചു വാ പിള്ളേരെ എന്ന് അപ്പോൾ അമ്മ മുറിയിൽ നിന്നും ഉറക്കെ പറയുന്നുണ്ടായിരുന്നു.